മറ്റു ചില ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഖബർ ജീവിതം, അതേപോലെ തന്നെ ഖബറിൽ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ. ഖബർ ശിക്ഷയില്ല. എപ്പോഴാ ഒരു മനുഷ്യന് ശിക്ഷ കിട്ടുന്നത്? അത് പരലോകത്തെത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് എടുത്തതിന് ശേഷം അയാളെ ബോധ്യപ്പെടുത്തിയിട്ടേ ശിക്ഷിക്കുള്ളൂ. ഖബറിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. ഇവരുടെ വാദമാണ്. ഹദീസുകളെ നിഷേധിക്കുന്നവർ, അല്ല ഖുർആനിനെ നിഷേധിക്കുന്നവർ, ഖബറിന് ശിക്ഷ ഉണ്ടാവില്ല, പരലോകത്തുനിന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലൊക്കെ അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിക്കും. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ. അത് ലോകപ്പ് മർദ്ദനമാണത്രേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് എത്തണ്ട, അവരെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് തന്നെ, കാഫിറുകളായ ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന ഉജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ്. കാഫിറുകളായ ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് മലക്കുകൾ അവരുടെ മുഖത്തും പിരടിയിലും ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തമായി പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഖബർക്കൊന്നും എത്തണ്ട, റൂഹിനെ പിടിക്കുന്ന സമയത്തിന് അടിയ. ബോധ്യപ്പെട്ടിരിക്കണവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെട്ടിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിഷേധിക്കാൻ നിൽക്കണ്ട, അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഖബർ ശിക്ഷയുണ്ട് എന്ന്. അതേ ഫിർഔനിന്റെയും കൂട്ടരുടെയും ഖബർ ജീവിതത്തെക്കുറിച്ച്, ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ. രാവിലെയും വൈകുന്നേരവും അവരുടെ ബർസഖിലേക്ക്, അവരുടെ ഖബറിലേക്ക് നരകത്തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വയൗമ തഖൂമുസ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. എന്നിട്ടോ പരലോകത്ത് ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ ഭീകരമായ ശിക്ഷയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഖബർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഖബറിൽ ഞാനും നിങ്ങളൊക്കെ കെടുക്കാനുള്ളതാണ്, ഈ ബർസഖിലേക്ക് എത്താനുള്ളതാണ്. ഒന്നില്ലെങ്കിൽ സ്വർഗ്ഗ പൂന്തോപ്പാണ്, അല്ലെങ്കിൽ നരകക്കുഴിയാണ്. ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം സഹോദരന്മാരെ.